എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് പിന്നോട്ട്, അതായത് 1960ലേക്കൊന്ന് പോവുകയാണ്. എന്തിനാണെന്നല്ലേ? അഖണ്ഡ ജ്യോതിയുടെ സെപ്റ്റംബർ മാസത്തിലെ ആ പതിപ്പില് ഇന്നത്തെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പരിഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോ ആ കാലാതീതമായ ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഈ അറിവിന്റെ ഉറവിടം ആരാണെന്ന് പറയുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം വളരെ ആദരവോടെ, ശ്രദ്ധയോടെ ഒന്ന് തയ്യാറെടുക്കാം. ഈ ജ്ഞാനത്തിന് പിന്നിലുള്ളത് മറ്റാരുമല്ല, യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ വാക്കുകൾ അച്ചടിച്ചു വന്നിട്ട് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു വഴികാട്ടിയാണ്. അതാണ് ആ വാക്കുകളുടെ ശക്തി. അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടെത്താം, അല്ലേ? ഈ മാസികയുടെ താളുകൾ നമ്മൾ മറിക്കുമ്പോൾ കിട്ടുന്നത് വെറും വാക്കുകളല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആശയങ്ങളാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായ, പക്ഷെ കേട്ടാൽ ആരും സമ്മതിക്കുന്ന അതിശക്തമായ ഒരു സത്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണെന്നല്ലേ? നമ്മുടെ പുറത്തുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ലോകമാണ്. അഖണ്ഡ ജ്യോതി, ഇതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, വിചാരശക്തി. അതായത് നമ്മുടെ ചിന്തയുടെ ആ ഒരു അപാരമായ ശക്തി. എല്ലാ മാറ്റത്തിന്റെയും തുടക്കം ഇവിടെ നിന്നാണ്. കാരണം വളരെ ലളിതമാണ്. നമ്മൾ ഉള്ളിൽ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് ജീവിതത്തിൽ തിരികെ കൊയ്യുന്നത്. അതുകൊണ്ടുതന്നെ ഇതിലെ പ്രധാന ആശയം ഇത്രയുള്ളൂ: പുറത്തുള്ള സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതിനു പകരം നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും മനോഭാവങ്ങളെയും ശുദ്ധീകരിക്കുക. ഇതാണ് ഈ മാസിക നമുക്ക് മുന്നോട്ടു വയ്ക്കുന്ന ആദ്യത്തെ ചുവടുവെപ്പ്. യുഗഋഷിയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് വെറുമൊരു മോട്ടിവേഷനല്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ഓരോ ചിന്തയും ശരിക്കും നമ്മുടെ ഭാവിയെ ഒരു ശില്പം പോലെ കൊത്തിയെടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു. ശരി, ഈ ചിന്താശക്തിയെക്കുറിച്ചൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രായോഗികമാക്കാം? അതാണ് അടുത്ത ചോദ്യം. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട ആ ഒരു അച്ചടക്കത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ പരിശീലനത്തിന് പറയുന്ന പേരാണ് സാധന. ഇത് വെറുതെ കുറച്ച് പൂജകളോ ആചാരങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ അറിവിനെയും പ്രവൃത്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. സാധനയുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മളെ തന്നെ ഉള്ളിൽ നിന്നും മെച്ചപ്പെടുത്തുക എന്നതാണ്. ഈ സാധനയ്ക്ക് 3 പ്രധാന തൂണുകളുണ്ട്. ഒന്നാമത്തേത് സ്വാധ്യായം, അതായത് അറിവിലൂടെയും സ്വന്തം ചിന്തകളെ വിലയിരുത്തിയും സ്വയം പഠിക്കുക. രണ്ടാമത്തേത് സംയം, നമ്മുടെ ഇന്ദ്രിയങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിക്കാൻ പഠിക്കുക. മൂന്നാമത്തേത് സേവ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സേവിക്കുക. ഈ 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് ആത്മീയപാത ശരിക്കും പൂർണ്ണമാകുന്നത്. ഈ ഒരു താരതമ്യം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഒരു കൊല്ലന്റെ ആലയിലെ തീ ഇരുമ്പിനെ ഉരുക്കി ഉറപ്പുള്ളതാക്കുന്നത് പോലെ സ്ഥിരമായ അച്ചടക്കം നമ്മുടെ ദുർബലമായ ഇച്ഛാശക്തിയെ ഉരുക്കുപോലെ ശക്തമാക്കുന്നു. അതായത് എല്ലാ ദിവസവും കുറച്ചെങ്കിലും പരിശീലനം വേണം, അതാണ് പ്രധാനം. അപ്പോ വളരെ സ്വാഭാവികമായൊരു സംശയം വരാം. നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഈ സമാധാനവും ശക്തിയുമൊക്കെ നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ നമ്മുടെ ഉള്ളിലെ ഈ ആത്മീയ പരിശീലനത്തെ പുറം ലോകത്തുള്ള നമ്മുടെ കടമകളുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനുള്ള ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, അത് എന്തുമാകട്ടെ, ഒരു ആരാധനയായി, ഒരു ഈശ്വര പൂജയായി കാണുക. ആ ഒരൊറ്റ നിമിഷം മതി നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഒരു ആത്മീയ സാധനയായി മാറും. ഈയൊരു താരതമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, സാധാരണ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ നയിക്കുന്നത് നമ്മുടെ അഹംഭാവവും എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹവുമാണ്. എന്നാൽ അതേ ജോലി ഒരു സേവനമായി, ആരാധനയായി ചെയ്യുമ്പോഴോ അത് നമ്മളെ മോചനത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും നയിക്കുന്നു. അപ്പോ കാര്യം പ്രവൃത്തിയിലല്ല, അതിന് പിന്നിലെ നമ്മുടെ മനോഭാവത്തിലാണ്. ഇതിന് യഥാർത്ഥ അർത്ഥമെന്താണെന്നോ? ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ ഓരോ കടമയും, അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും, ആത്മീയമായി വളരാനുള്ള ഒരവസരമാണ്. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചു നോക്കാം. എന്താണ് 1960ലെ ഈ അഖണ്ഡ ജ്യോതി പതിപ്പിന്റെ യഥാർത്ഥ സന്ദേശം? ചുരുക്കി പറഞ്ഞാൽ 4 പ്രധാന ആശയങ്ങളാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. 1. നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. 2.
സാധനയിലൂടെ സ്വയം മെച്ചപ്പെടുത്താനുള്ള ചിട്ടയായ പരിശ്രമം അത്യാവശ്യമാണ്. 3. നമ്മുടെ ജോലിയെ സേവനമായി കാണാൻ തുടങ്ങിയാൽ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറും. പിന്നെ 4. ഈ ആത്മീയ ഉണർവിന്റെ അവസാന ലക്ഷ്യം ലോകത്തെ സേവിക്കുക എന്നതാണ്. ഈ വിശദീകരണം ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ ജ്ഞാനത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പോകുന്ന ആ ഒരു തീപ്പൊരി ഏതാണ്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ അറിവ് കേട്ടതിന് ഒരുപാട് നന്ദി.